പിണറായി സർക്കാരിനെതിരെ പ്രത്യക്ഷ സമരവുമായി ഇറങ്ങാൻ തീരുമാനിക്കുന്നു സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. സ്കൂൾ സമയമാറ്റത്തിൽ നിന്ന് സർക്കാർ പിൻവാങ്ങാത്തതാണ് സമസ്തയെ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. മതപഠനത്തിന് തടസ്സമാകുമെന്ന് ചൂണ്ടിക്കാട്ടി നൽകിയ പരാതികളൊന്നും സർക്കാർ പരിഗണിച്ചില്ല എന്ന പരാതി സമസ്തയ്ക്കുണ്ട്. സംസ്ഥാന സർക്കാരിനെതിരെ ഇത്തരത്തിലൊരു സമരപ്രഖ്യാപനം പണ്ഡിത സഭയുടെ ഭാഗത്തു നിന്ന് ഇതാദ്യമായാണ്. സ്കൂൾ സമയമാറ്റത്തിനെതിരെ സമസ്ത പ്രഖ്യാപിച്ച സമരത്തിൽ മുസ്ലിം ലീഗ് ഭാഗമല്ല എന്ന് ജനറൽ സെക്രട്ടറി PMA സലാം. ഇക്കാര്യത്തിൽ ലീഗ് ആലോചിച്ച് തീരുമാനമെടുക്കും. മതപഠനവുമായി ബന്ധപ്പെട്ട സംഘടനകളും സ്ഥാപനങ്ങളുമായി ആലോചിച്ചു മാത്രമേ സർക്കാർ അന്തിമ തീരുമാനം എടുക്കാവൂ എന്നാണ് ലീഗ് നിലപാട് എന്നും PMA സലാം പറഞ്ഞു. സമസ്ത പ്രഖ്യാപിച്ച സമരത്തിന് ലീഗില്ല. മുസ്ലിം ലീഗ് അത് സംബന്ധിച്ച് ആലോചിച്ച് കുറച്ചുകൂടി വ്യക്തമായ തീരുമാനം ഉണ്ടാവും. മതപഠനം നടത്തുന്ന സ്ഥാപനങ്ങളുമായി, സംഘടനകളുമായി, അതുമായി ബന്ധപ്പെട്ട ആളുകളുമായി ചർച്ച ചെയ്തിട്ടേ അത് സംബന്ധിച്ച് അവസാന നിലപാടിലേക്ക് ഗവൺമെൻറ് വരാൻ പാടുള്ളൂ എന്നുള്ള അഭിപ്രായമാണ് മുസ്ലിം ലീഗിനുള്ളത്. അവരെ സംബന്ധിച്ചിടത്തോളം ധാരാളം 10,000-കണക്കിന് മദ്രസകൾ നടത്തുന്ന ഒരു സംഘടനയാണ്. അവരുടെ മദ്രസ പഠന സമ്പ്രദായത്തിന് അത് ഭംഗം വരുത്തും, ദോഷം വരുത്തും എന്നുള്ളത് കൊണ്ടാണ് അവരെ ചെയ്യുന്നത്. ഞങ്ങളത് തെറ്റ് കാണുന്നില്ല. സ്കൂൾ സമയമാറ്റം എങ്ങനെയാണെന്ന് നോക്കാം. ഹൈസ്കൂൾ സമയക്രമം അരമണിക്കൂർ കൂട്ടി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കിയിരുന്നു. 8 പീരിയഡുകൾ നിലനിർത്തിയുള്ള സമയമാറ്റം പ്രാബല്യത്തിൽ വന്നത് ജൂൺ 16 മുതലാണ്. സമയമാറ്റം എന്തുകൊണ്ടാണ് എന്നുകൂടി പരിശോധിക്കണമല്ലോ. 220 പ്രവൃത്തി ദിവസം ഉറപ്പാക്കണമെന്ന ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ സമയമാറ്റം ഉണ്ടായത്. വിദ്യാഭ്യാസ അവകാശ നിയമം അനുസരിച്ച് 8ാം ക്ലാസ്സിന് അധ്യയന വർഷം 1100 മണിക്കൂർ പഠന സമയം വേണം. കേരള വിദ്യാഭ്യാസ ചട്ടപ്രകാരം 9-10 ക്ലാസ്സുകളിലും 1100 മണിക്കൂർ പഠന സമയം വേണം. രാവിലെയും വൈകിട്ടും 15 മിനിറ്റ് വീതമാണ് ഹൈസ്കൂൾ പ്രവൃത്തി സമയം കൂട്ടിയത്. ഹൈസ്കൂളിൽ രാവിലെ 9:45 ക്ലാസ് തുടങ്ങും. വൈകിട്ട് 4:15 ക്ലാസ് അവസാനിക്കും. വിശ്വാസികളുടെ താൽപ്പര്യം മുൻനിർത്തി വെള്ളിയാഴ്ചകളിൽ സമയമാറ്റം ബാധകമല്ല. ഇതിൽ സമസ്തയുടെ നിലപാട് സമസ്തയ്ക്ക് കീഴിലെ 11,000-ഓളം മദ്രസകളിലെ 12 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളെ ബാധിക്കും എന്നതാണ് വാദം. സമയമാറ്റം ഹൈസ്കൂളിലാണെന്നും മദ്രസ പഠനം 7ാം ക്ലാസ് വരെ മാത്രമാണെന്നുമുള്ള സർക്കാർ വാദം ശരിയല്ല. 12ാം ക്ലാസ് വരെയും മദ്രസ പഠനം ഉണ്ടെന്ന് സമസ്ത കേരള മദ്രസ മാനേജ്മെൻറ്റ് അസോസിയേഷൻ പറയുന്നു. LP, UP, ഹൈസ്കൂൾ ക്ലാസുകൾ ഒരുമിച്ചുള്ള സ്കൂളുകളിലെ എല്ലാ കുട്ടികളെയും ഇത് ബാധിക്കും എന്നാണ് സമസ്ത പറയുന്നത്. രാവിലെ 10 മണിക്ക് തുടങ്ങി വൈകിട്ട് 4:30 വരെ ആക്കാമെന്നാണ് സമസ്തയുടെ ഒരു നിർദ്ദേശം. സമയമാറ്റം ഇല്ലാതെ പ്രവൃത്തി ദിനം കൂട്ടിക്കൊണ്ടുള്ള പരിഹാരത്തെപ്പറ്റി ആലോചിക്കാനും നിർദ്ദേശമുണ്ട്. ഈ പുനഃക്രമീകരണം പ്രായോഗികമാണോ എന്ന് നോക്കാം. സർക്കാർ നിയോഗിച്ച 5-അംഗ സമിതിയാണ് ഹൈസ്കൂളിൽ അരമണിക്കൂർ അധിക സമയം നിർദ്ദേശിച്ചത്. നിലവിലെ സാഹചര്യത്തിൽ വീണ്ടും സമയമാറ്റം എന്നതിൽ സർക്കാരിന് നിയമപരമായ പരിമിതിയുണ്ട്. സമയമാറ്റം പുനഃപരിശോധിക്കണമെങ്കിൽ ഹൈക്കോടതിയുടെ അനുമതി വേണമെന്നതാണ് വെല്ലുവിളി. പരാതി ലഭിച്ചാൽ ചർച്ചയാകാമെന്ന ആദ്യ നിലപാടിൽ നിന്ന് സർക്കാർ പിന്നോട്ടടിച്ചത് ഇതോടെയാണ്. ഇതാണ് സനീഷ് ഇതിൻ്റെ വിവരങ്ങൾ. സ്വാഭാവികമായും ഈ മദ്രസ പഠനം എന്നുള്ളത് എത്രയോ കാലങ്ങളായി തുടരുന്നതാണ്. ഒരുപക്ഷെ അത് ഏറ്റവും സംഘടിതമായി കൃത്യമായി, അതായത് പൊതുവിദ്യാഭ്യാസത്തിനൊപ്പം ഇപ്പുറത്ത് മദ്രസ പഠനം കൂടി സാധ്യമാക്കുന്ന ഒരു രീതി എന്നത് ഒരുപക്ഷെ കേരളത്തിലായിരിക്കും ഇത്രയും ചിട്ടയോടെ കാര്യക്ഷമമായി നടപ്പാവുന്നത്. അതിൽ തന്നെ സമസ്തയ്ക്ക് ഈ പറയുന്ന 10,000-11,000-ഓളം മദ്രസകളുണ്ട്. അവിടെ 12 ലക്ഷത്തോളം കുട്ടികളുണ്ട് എന്ന് പറയുന്നു. മറ്റൊന്ന് AP വിഭാഗം സമസ്ത ആ നിലയ്ക്ക് ഒരു സമരത്തിലേക്കൊന്നും കടക്കുന്നില്ലെങ്കിലും അവരുടെയും മദ്രസകളിൽ ഈ നിലയ്ക്ക് കുട്ടികൾ പഠിക്കുന്ന സാഹചര്യമുണ്ട്. പക്ഷേ എല്ലാ മുസ്ലിം സംഘടനകൾക്കും ഒരുമിച്ച് ഈ പ്രശ്നം ഇല്ല എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. കാരണം ഇപ്പോൾ മുജാഹിദുകൾക്കാണെങ്കിൽ അവർക്ക് ആഴ്ചയിൽ ഒരു ദിവസം മറ്റോ ആണ് അവർക്ക് മദ്രസ പഠനം പലപ്പോഴും നടക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയിൽ പെടുന്നവരാണെങ്കിലും മറ്റ് ഇതര മദ്രസകളിലൊക്കെ പോവുക എന്ന രീതിയൊക്കെയാണ് പലപ്പോഴും ഉള്ളത്. അതുകൊണ്ട് ആ നിലയ്ക്കുള്ള ഒരു പ്രതിസന്ധി ഉണ്ടാകുമെന്ന് കരുതാനാവില്ല. വേറെ കുറേ കുട്ടികൾക്ക് ഇപ്പോൾ പ്രത്യേകം ട്യൂഷൻ പോലെ മദ്രസ പഠനം വീടുകളിൽ തന്നെ ഏർപ്പാടാക്കുന്ന രീതിയുമൊക്കെ കേരളത്തിൽ ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. എന്തായാലും ഇത് പൊതുവിദ്യാഭ്യാസ പദ്ധതിയിൽ ഉൾപ്പെടുന്ന കുട്ടികളെ മാത്രം ബാധിക്കുന്ന തരത്തിലാണ് ഈ വിഷയം ഇപ്പോൾ വന്നിരിക്കുന്നത്. എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ഇതിലെ ഈ സമുദായ സംഘടനകളെയും മതപണ്ഡിതരെയും ബഹുമാനിക്കണം സമൂഹം അപ്പാടെ, ഇതര മതവിശ്വാസികളടക്കം എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അതാണ് ഒരു മതേതര സമൂഹത്തിനകത്ത് വേണ്ടത് എന്ന് മാത്രമല്ല, സമസ്ത എന്നത് ബഹുമാന്യമായ ഒരു സംഘടനയാണ്. നമ്മുടെ കേരളത്തിൻ്റെ മുന്നോട്ട് പോക്കിന് വലിയ സംഭാവനകളൊക്കെ നൽകിയിട്ടുള്ള, സമുദായത്തിന് പ്രത്യേകിച്ച് പറയേണ്ടതില്ലാത്ത വിധം നല്ല ഒരു സംഘടനയാണ്. പക്ഷേ ഈ വിഷയത്തിൽ സർക്കാർ ഇവരുടെ ആവശ്യങ്ങൾക്ക് വഴങ്ങരുത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് നമ്മൾ ഈ ഡാറ്റാ ഷീറ്റിൽ കണ്ടതുപോലെ 15 മിനിറ്റാണ് ഒന്ന് മാറ്റിയിട്ടുള്ളത്. വെള്ളിയാഴ്ചകളിൽ അതിന് എക്സെപ്ഷൻ ഉണ്ട്. 7ാം ക്ലാസ് വരെയുള്ള
അതാണ് കൂടുതലായിട്ട് മദ്രസയിൽ പോകുന്ന കുട്ടികളുള്ളത്. ഇത് 7ാം ക്ലാസ്സിന് ശേഷമുള്ള 8ാം ക്ലാസ് മുതലാണ് ഈ സമയമാറ്റം പ്രധാനമായിട്ടും പ്രാബല്യത്തിൽ വരിക. അപ്പോൾ ഒരു വലിയ പ്രശ്നം ഇതിനകത്തില്ല എന്നാണല്ലോ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിനോടൊരു യുദ്ധത്തിനൊന്നും സമരത്തിനൊന്നും പോകാതെ ഇപ്പോൾ പൊതു വിദ്യാലയങ്ങൾക്കകത്തെ പഠന സമയം ഒരല്പം മാറ്റി അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ പൊതുസമൂഹം സമസ്തയുടെ മദ്രസകൾക്കനുസരിച്ച് വഴങ്ങുകയല്ല വേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം. സമസ്തയുടെ മദ്രസകൾ അതിനനുസരിച്ച് വേണമെങ്കിൽ അങ്ങോട്ടൊക്കെ സമയമാക്കാമല്ലോ എന്നൊരു ആലോചനയിലേക്ക് പോയാൽ മതിയായിരുന്നു. അതിപ്പോൾ ഇങ്ങനൊരു വിഷയം കേരളം പോലൊരു സ്ഥലത്ത് നന്നായിട്ട് മദ്രസാ വിദ്യാഭ്യാസവും പൊതുവിദ്യാഭ്യാസമൊക്കെ നടക്കുകയും അതിനോട് ആളുകൾ ചേർന്ന് നിൽക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സൊസൈറ്റിക്കകത്ത്, പ്രത്യേകിച്ച് മറ്റ് പല സ്ഥലങ്ങളിൽ നിന്നും മറ്റ് പലതരത്തിലുള്ള ചർച്ചകളും വരുന്നൊരു കാലത്ത് ഇങ്ങനൊരു വിഷയം സമൂഹത്തിന് മുന്നിലേക്ക് വരേണ്ടതില്ലായിരുന്നു എന്നാണ് എൻ്റെ വളരെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. അത് അങ്ങനെ വരേണ്ടതില്ലായിരുന്നു. സമസ്ത ഈ സമരത്തിന് നേതൃത്വം നൽകുന്ന ആളുകൾ അതിന് മുൻകൈ എടുക്കരുതായിരുന്നു എന്നാണ്. ഇനിയിപ്പോൾ മറിച്ചൊരു അഭിപ്രായമുള്ള ആൾക്കാരാണെങ്കിൽ ഈ സമരത്തിനൊക്കെ പോകണമെന്ന് വിചാരിക്കുന്ന ആളുകളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ ഇത് അഡ്ജസ്റ്റ് ചെയ്തെടുക്കുക എന്നതിലേക്ക് പോകാമായിരുന്നു എന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഇപ്പം ഇടതുപക്ഷത്തിനോട് ചേർന്ന് നിൽക്കുന്നു സമസ്ത മുൻകാലങ്ങളിലേക്കാൾ കൂടുതലായിട്ടെന്നൊക്കെയുള്ള വിമർശനം വന്നൊരു സാഹചര്യത്തിൽ ഒരുപക്ഷേ രാഷ്ട്രീയമായിട്ട് ചിലർക്ക് സന്തോഷം ഉണ്ടാക്കുകയും രാഷ്ട്രീയമായിട്ടൊരു അല്പം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിത്തീരാവുന്നൊരു സാഹചര്യത്തിൽ ഇതുണ്ടാക്കും എന്നല്ലാതെ ഇതിനകത്ത് വല്ലാത്ത കൂടുതലായിട്ട് എന്തെങ്കിലും അഭിപ്രായ പ്രകടനം നടത്തേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നില്ല. അല്ലാതെ പല കാലങ്ങളിലായി ഇപ്പം നമ്മുടെ കൂടെ പഠിച്ചവരെല്ലാം പണ്ട് മദ്രസയിൽ പോയിട്ട് അവർ സ്കൂൾ തുടങ്ങുന്നതിന് മുമ്പ് വെപ്രാളത്തോടെ സ്കൂളിലേക്ക് ഓടി വരുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് തുടർച്ചയായിട്ട്. അപ്പോൾ ആ കാലത്തൊക്കെ മദ്രസ പഠനം എന്ന് പറയുന്നത് അന്ന് സ്കൂൾ തുടങ്ങുന്നത് 9:45 ആകുമ്പോഴാണ് സ്കൂൾ ആരംഭിക്കുക. അതുവരെ സമയമുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് മദ്രസകൾ നേരിടുന്ന അല്ലെങ്കിൽ സമസ്തയൊക്കെ പറയുന്ന ഒരു പ്രശ്നം ഇതിങ്ങനെ പുറകോട്ട് പയ്യെ കയറി പോകാൻ തുടങ്ങിയതാണ്. അപ്പോൾ അവർക്ക് അവരുടെ മതപഠനം സാധ്യമാവാത്ത ഒരു സാഹചര്യം പതുക്കെ ഉണ്ടാകുന്നു എന്നുള്ളത് അത് ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് പൊതുവിദ്യാഭ്യാസത്തിന് കൂടുതൽ പ്രാധാന്യം വരുന്നു, മദ്രസ പഠനം എന്നുള്ളത് രണ്ടാമത്തെ വിഷയമായി മാറുന്നു എന്നതൊക്കെ യാഥാർത്ഥ്യമാണ്. അതായത് ഞാൻ ഇത് പറയുന്നത് പൊതുസമൂഹത്തിൻ്റെ മൊത്തം പ്രശ്നമായിട്ടല്ല, മുസ്ലിം സമുദായത്തിനുള്ളിലാണെങ്കിലും ആ നിലയ്ക്ക് ചൂണ്ടിക്കാണിക്കുന്ന ഇതിനൊരു ചെറിയ മാറ്റം ഉണ്ടാകുന്നു. അത് സ്വാഭാവികമായും മതസംഘടന എന്ന നിലയ്ക്ക് പണ്ഡിത സഭ എന്ന നിലയ്ക്ക് സമസ്തയെ ആശയക്കുഴപ്പത്തിലും സങ്കടത്തിലും ഒക്കെ ആക്കുന്നുണ്ട്. പിന്നെ ഈ സമസ്തയിൽ തന്നെ ഇപ്പോൾ സമസ്ത AP വിഭാഗത്തിന് ഇത് കർശനമായി ഇതിൽ സർക്കാരിനോട് എതിർത്ത് നിൽക്കേണ്ട ഒരു സാഹചര്യം തൽക്കാലം ഇല്ല എന്ന് പറയുന്നതിന് ഒരു കാരണം അത് കുറെ കൂടി ഒരു കേഡർ സ്വഭാവമുള്ള ഒരു സംവിധാനമാണ്. അപ്പോൾ അവർക്ക് ഇതിനനുസരിച്ച് ഈ സമയക്രമത്തിൽ വളരെ പെട്ടെന്ന് ഒരു മാറ്റം വരുത്തണമെങ്കിൽ കേന്ദ്രീകൃതമായ ഒരു തീരുമാനം വളരെ പെട്ടെന്ന് നടപ്പാക്കിയെടുക്കാൻ പറ്റും. പക്ഷേ ഇപ്പുറത്ത് അങ്ങനെയല്ല. സമസ്തയിലെ ഒരു പ്രശ്നം, വിഭാഗത്തിലെ സമസ്തയിലെ പ്രശ്നം എന്ന് പറയുന്നത് അത് കുറെ കൂടി ജനാധിപത്യപരമായി മറ്റൊരു തരത്തിൽ പ്രവർത്തിക്കുന്ന വേറൊരു സംവിധാനമാണ്. അത് ഓരോ മഹല്ല് കമ്മിറ്റികൾക്കും അവരുടേതായ രീതിയിൽ സ്വന്തം തീരുമാനങ്ങളുണ്ട്. മാത്രമല്ല ഇതിലിപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് പല അഭിപ്രായങ്ങളും ഇതിൽ ഉയരും. പിന്നെ ലീഗിന് വലിയ സ്വാധീനം സമസ്ത എന്ന് പറയുന്ന മൊത്തം സംവിധാനത്തിനുള്ളിലുണ്ട്. ഈ മദ്രസ അധ്യാപകരുടെ സംഘടനയാണ് ഇപ്പോൾ സമരവുമായിട്ട് മുന്നോട്ട് വരുന്നത്. അവരാണെങ്കിൽ ലീഗിന് അനുകൂലമായി തീർച്ചയായും ഒരു പിന്തുണ നൽകി. ഇതിന് രാഷ്ട്രീയമില്ല എന്ന മട്ടിൽ നമ്മൾ ഒരൊറ്റയടിക്ക് വിലയിരുത്തുന്നതിലും ഒരബദ്ധമുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം മുസ്ലിം ലീഗ് ഞങ്ങൾ ഈ സമരത്തിൽ പങ്കാളികളല്ല എന്ന് പറയുമ്പോൾ തന്നെ മുസ്ലിം ലീഗിൻ്റെ അണികൾ തീർച്ചയായും ഈ സമരത്തിൽ പങ്കാളികളായിരിക്കും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. മാത്രമല്ല സമസ്തയ്ക്കുള്ളിൽ നടക്കുന്ന ചില ആഭ്യന്തര വിഷയങ്ങളൊക്കെ നമ്മൾ ഈ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ചർച്ച ചെയ്തതാണല്ലോ. അതിൻ്റെ എല്ലാം ഒരു പ്രതിഫലനം കൂടി ഈ വിഷയത്തിലുണ്ടാവും. മറ്റൊന്ന്, എത്രയോ കാലമായി ഇതിങ്ങനെ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പൊ സ്വാഭാവികമായി നമ്മൾ ലീഗിന്റെ ഞങ്ങളിപ്പോ ഒന്നും പറയുന്നില്ല എന്നുള്ള സ്റ്റാൻഡിന് അടുത്ത തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ അവരുടെ വിദ്യാഭ്യാസം എന്നൊരു ആലോചന ഉണ്ടാവും. അതെ. പക്ഷെ ഇതിനകത്ത് എന്താണ്, ഇതിപ്പോൾ ഹൈക്കോടതി ഇത് പറഞ്ഞിട്ടുണ്ട്, ഈ അധ്യയന സമയം കൂട്ടണമെന്ന്. ഹൈക്കോടതി പറയുന്നതിന് മുമ്പ് തന്നെ വിവിധ കമ്മിറ്റികൾ ഈ സ്കൂൾ സമയം കുറച്ചുകൂടി നേരത്തെ തുടങ്ങണം എന്നുള്ള നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതൊക്കെ യഥാസമയത്ത് അത് നടപ്പാകാതെ പോകുന്നതിന് കാരണം ഇത്തരം പല എതിർപ്പുകളും ഒക്കെ ആയിരുന്നു. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് പരിഹരിക്കേണ്ടത് എന്നുള്ളതാണല്ലോ. തീർച്ചയായും ഒരു ജനാധിപത്യ സംവിധാനത്തിൽ മതസംഘടനകളോട് ആലോചിച്ചിട്ട് വേണോ ഇതൊക്കെ നടപ്പാക്കാനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ് വാസ്തവം. അത് തന്നെയാണ് വീശിയും പറയുന്നത്. പക്ഷേ ഇതിപ്പോൾ എത്രയോ കാലമായി തുടരുന്ന ഒരു സംവിധാനം. 12 ലക്ഷം കുട്ടികൾ, നമ്മളിപ്പം മതസംഘടനകളെ വിചാരിക്കേണ്ട, കുട്ടികളെ വിചാരിക്കണം. കാരണം ഈ കുട്ടികൾ നിർബന്ധമായും മദ്രസാ പഠനത്തിന് വന്നിരിക്കണം എന്നുള്ള ഒരു നിലപാട് കുട്ടികളുടെ കുടുംബാംഗങ്ങളോ മദ്രസ തന്നെയോ സംവിധാനമോ ഒക്കെ തീരുമാനിച്ചാൽ അവർ കുഴപ്പത്തിലാവരുതല്ലോ. അതിനു വേണ്ട ഒരു ആലോചന സർക്കാർ നടത്തണം എന്നുള്ളതാണ് എനിക്ക് പറയുന്നത്. കാരണം നേരത്തെ തന്നെ ഇപ്പോൾ ജിഫ്രി മുത്തുക്കായ തങ്ങൾ വളരെ സാത്വികനായ സൗമ്യമായി കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന, എന്നാൽ സ്വതന്ത്രമായി നിലപാടുള്ള, നേരിട്ടിപ്പോൾ ഇടനിലക്കാരില്ലാതെ സംസാരിക്കാൻ അറിയാവുന്ന ഒരു നേതാവാണ്. അപ്പോൾ അദ്ദേഹം
ഈ വിഷയം അവതരിപ്പിച്ചതാണ്. ഇതിപ്പോൾ സമസ്തയുടെ 100ാം വാർഷികവുമായി ബന്ധപ്പെട്ട ആ കോഫി ടേബിൾ ബുക്കിൻ്റെ പ്രകാശന ചടങ്ങിൽ വെച്ച് തന്നെ ഈ വിഷയം മുഖ്യമന്ത്രി ഇരിക്കുന്ന വേദിയിൽ അദ്ദേഹം പറഞ്ഞിരുന്നു ഈ വിഷയത്തിൽ ഇതിങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്നുള്ളത്. അപ്പോൾ ഒരു പ്രശ്നം അവിടെ ഉണ്ട്. ആ പ്രശ്നത്തെ ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ നേരിട്ട് സർക്കാർ സംവിധാനം ഒറ്റയടിക്ക് പോയി അഡ്രസ്സ് ചെയ്യണമെന്നല്ല, ഏതെങ്കിലും തരത്തിൽ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഒരാലോചന അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു എന്നുള്ള തോന്നൽ എനിക്കുണ്ട്. കാരണം ഇതിന് അത്ര വലിയ പ്രശ്നത്തിലേക്ക് പോയിട്ടില്ല. കാര്യം കാമണിക്കൂറാണ് മാറ്റുന്നത്. ഈ കാമണിക്കൂർ മാറ്റുമ്പോൾ ഉള്ള പ്രശ്നം ഇവർക്കിപ്പോൾ എന്നാൽ മദ്രസ സമയം കുറച്ചുകൂടി മുമ്പേ അയക്കിക്കൂടെ എന്ന് ചോദിക്കുമ്പോൾ സത്യസന്ധമായി പറഞ്ഞാൽ ഞാൻ പല ആളുകളോട് സംസാരിക്കുമ്പോൾ അവരുടെ ഒന്നാമത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ 6:30 കുട്ടികളെ പറഞ്ഞു വിടുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം റോഡിലെ പട്ടിശല്യമാണെന്നുള്ളതാണ്. ഒരു സീരിയസ് ആയിട്ട് ഞാനത് സംസാരിക്കുമ്പോൾ ആളുകൾ പറയുന്നത് നമ്മൾ പല ദൃശ്യങ്ങളിലും കാണുന്നത് മദ്രസയിൽ പോയിട്ട് ഓടിക്കുന്നതാണ്. കുട്ടികൾക്ക് നേരെ ഈ തെരുവ് നായ്ക്കളുടെ ആക്രമണമുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അങ്ങനെ പല പല പ്രശ്നങ്ങൾ പ്രാദേശികമായി ഉണ്ട്. അപ്പോൾ ഇതിനെ അഡ്രസ്സ് ചെയ്ത് മതസംഘടന എന്നുള്ള നിലയ്ക്ക് സമസ്തയ്ക്കും മുന്നോട്ട് പോകാൻ കഴിയൂ. അതുകൊണ്ട് ഈ പ്രശ്നം രമ്യമായി എത്രയും പെട്ടെന്ന് പരിഹരിക്കുന്നത് മാത്രമല്ല തീർച്ചയായും ഈ പൊതുവിദ്യാഭ്യാസത്തിൽ എല്ലാവരും ഉൾപ്പെടുന്ന ഒരു സംവിധാനമാണ്. ആ മുഴുവൻ ആളുകളെയും അലോസരപ്പെടുത്തുന്ന തരത്തിലേക്ക് ഇത് വളരുന്നതും ശരിയല്ല എന്നുള്ളതാണ് വേണ്ടത്. മതമൂല്യങ്ങൾ സാമൂഹിക ജീവിതക്രമങ്ങളെ ഒട്ടൊക്കെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നതിനെ ബഹുസ്വര സമൂഹങ്ങൾ ഒരു പരിധിവരെയൊക്കെ അംഗീകരിക്കാറുണ്ട്. അതൊരു തീവ്ര ശാസന സ്വഭാവത്തിലേക്ക് മാറി തീരാത്തിടത്തോളം മതാചാരങ്ങൾ പാലിച്ച് ജീവിക്കാൻ സഹോദര സമുദായ വിശ്വാസികൾ പരസ്പരം സൗകര്യം ചെയ്തു കൊടുക്കുന്നതാണ് കേരളത്തിൻ്റെ സാമൂഹിക ജീവിതത്തിലെ പാരമ്പര്യവും സൗന്ദര്യവുമൊക്കെ. സ്കൂൾ സമയമാറ്റം ഒരിക്കൽ മാറ്റി നിശ്ചയിച്ചത് വീണ്ടും മാറ്റാൻ നിയമസാങ്കേതിക പ്രായോഗിക തടസ്സങ്ങൾ സർക്കാരിനുണ്ടെന്നാണ് RDX പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. പക്ഷേ വലിയൊരു സമൂഹത്തിൻ്റെ കൂട്ടായ ആവശ്യം സർക്കാർ ഗൗരവത്തിൽ തന്നെ കാണുമെന്ന് RDX കരുതുന്നു. കൃത്യമായി നിശ്ചയിക്കപ്പെട്ട സമയത്തെ നമസ്കാരമോ പ്രാർത്ഥനയോ അല്ല, മതപാഠശാലയുടെ പ്രവർത്തന സമയമാണ്. 15 മിനിറ്റ് നേരം താമസിച്ചോ നേരത്തെയോ ഒക്കെ ആക്കി അതും നീക്കി നിശ്ചയിക്കാമോ എന്ന് സമസ്തയും ആലോചിക്കണം. വൻ സമരത്തിലേക്കൊന്നും പോകാതെ പരസ്പരം വിട്ടുവീഴ്ച ചെയ്ത് ഈ പ്രശ്നം തീർക്കും എന്നാണ് RDX പ്രത്യാശിക്കുന്നത്.